Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. ചെറുപ്പശ്ശേരി നഗര നവീകരണം ഓണത്തിന് മുമ്പായി ടൗണിൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി എം.എൽ.എ. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഓഗസ്റ്റ് 19 മുമ്പായി പൂർത്തിയാക്കാനും തീരുമാനിച്ചതായി എം.എൽ.എ. പറഞ്ഞു. നാളുകളായി ഗതാഗതക്കുരുക്കിലാണ് ചെറുപ്പശ്ശേരി നഗരം. മഴ തുടങ്ങിയതോടെ ടൗണിൽ പല ഭാഗത്തും കുഴികളും വെള്ളക്കെട്ടുമാണ്. നഗര നവീകരണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് പൂർത്തിയാകാത്തതും ഗതാഗത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പി മമ്മിക്കുട്ടി എം.എൽ.എയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതരെയും പ്രവൃത്തിയുടെ കരാർ കമ്പനി പ്രതിനിധികളെയും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെയും വ്യാപാരി പ്രതിനിധികളെയും ഉൾപ്പെടുത്തി യോഗം ചേർന്നത്. നിലവിൽ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഓഗസ്റ്റ് 19 മുമ്പായി പൂർത്തിയാക്കാനും ഓണത്തിന് മുമ്പായി ടൗണിൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനമായി. ടൗണിലെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എം.എൽ.എ. യോഗത്തിന് ശേഷം അറിയിച്ചു. ഓഗസ്റ്റ് 19 ഈ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട ടൗണിലെ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പിന്തുണയും സഹായ സഹകരണങ്ങളും കച്ചവടക്കാരുടെ ഭാഗത്ത് അവർ നൽകാമെന്നും സംബന്ധിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നാളെ ഇപ്പം തന്നെ ഭാഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി നന്നായി നടക്കണമെങ്കിൽ ചെറിയ ചെറിയ ചില തടസ്സങ്ങൾ മറ്റുണ്ടെങ്കിൽ കക്ഷികളുടെ ഭാഗത്ത് വരുന്ന തടസ്സങ്ങളല്ല. ഡ്രൈനേജ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ പ്രശ്നം അത് പരിശോധിച്ച് അവരിൽ തന്നെ ജോയിന്റ് ഇൻസ്പെക്ഷൻ കൺട്രോളിൻ്റെ ആളുകളുണ്ടാവും, KRFക്കാരുണ്ടാവും, ഊരാളുക്കാരുണ്ടാവും, പൈപ്പ് ലൈൻ കോൺട്രാക്ടറും ഉണ്ടാവും. രാത്രി കാലത്ത് ആളൊഴിഞ്ഞ നേരത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തേണ്ട ജോലിയെ സംബന്ധിച്ച് അതിൽ പരസ്പരം ഇവർ സഹകരിക്കേണ്ട പോയിന്റുകളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തി ഇത്രയും വേഗം ആരംഭിക്കാം. ഓഗസ്റ്റ് 19 മുമ്പ് ഈ ടൗണിലെ കൊടുത്തിട്ട് അവസാനിപ്പിക്കും. 1 ലെയർ ടാറിംഗ് ഭാഗമായി അതിന് മുമ്പ് പൈപ്പ് മാറ്റിയിട്ട് പൈപ്പ് സ്വന്തമായിട്ട് കുടിച്ചാൽ അതൊന്ന് റെസ്റ്റോർ ചെയ്ത് ഒന്ന് അമരണം ഓണത്തിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യും. അതെ, പൈപ്പ് ലൈനുകളൊക്കെ ഒരാഴ്ച 2 കൊണ്ട് കാര്യങ്ങൾ തീർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനാണ് അവർ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ചെറുപ്പശ്ശേരിയിലെ ഗതാഗത പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU നഗരസഭാ ചെയർമാന് നിവേദനം നൽകി. നഗരാതിർത്തിയിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ചെറുവാഹനങ്ങൾക്കും പെർമിറ്റ് ഉറപ്പുവരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ചെറുപ്പശ്ശേരി നഗരത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുക, നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പോലീസ് സഹായത്തോടുകൂടി പരിഹരിക്കുക, അനധികൃതമായി സർവീസ് നടത്തുന്ന ചെറുവാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി പെർമിറ്റ് സംവിധാനം കാര്യക്ഷമമാക്കുക, തൊഴിലാളി സംഘടനാ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ട്രാഫിക് റെഗുലേറ്ററി യോഗം വിളിച്ചു ചേർക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രന് നിവേദനം നൽകിയത്. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ചന്ദ്രബാബു, ഡിവിഷൻ സെക്രട്ടറി ഐ ഷാജു, മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ കണ്ണൻ, സി അനന്തനാരായണൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് നഗരസഭാ ഓഫീസിലെത്തി ചെയർമാന് നിവേദനം നൽകിയത്. ആവശ്യങ്ങളോട് അനുഭാവപൂർവമായ നിലപാടാണ് നഗരസഭാ ചെയർമാൻ സ്വീകരിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. ഈ മാസം 23-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നഗരസഭയിൽ വച്ച് പോലീസ് അധികാരികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേരാൻ തീരുമാനിച്ചതായും നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് സാധ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകിയതായും നേതാക്കൾ അറിയിച്ചു.